നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അതിരൂപത ദിനാഘോഷം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൃതജ്ഞതാ ബലിയർപ്പിച്ചു. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കിൽഡ് തൊഴിലാളികൾക്കും പ്രതീക്ഷ നൽകുന്ന സർക്കാരാണെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ടൗൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഹോട്ടൽ മംഗള ടവറിൽ സംഘടിപ്പിച്ചു. വയനാട് വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷും കുടുംബവും മുൻമന്ത്രി K രാജനെ സന്ദർശിച്ചു. സ്കൂളിന്റെ ചിത്രമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായാണ് ഉണ്ണിമാഷ് തൃശൂരിൽ K രാജനെ സന്ദർശിക്കാനെത്തിയത്. വാർത്തകൾ വിശദമായി. തൃശൂർ അതിരൂപത ദിനാഘോഷം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൃതജ്ഞതാ ബലിയർപ്പിച്ചു. വൈകിട്ട് 4:30 പള്ളി ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ ഭാഗമായി മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദം നിർവഹിച്ച വീടുകളുടെ താക്കോൽദാനവും വടക്കാഞ്ചേരി ഫൊറോനയിലെ ഇടവകകൾ ചേർന്ന് ജൂബിലി വിഷൻ ആശുപത്രിയിലേക്ക് നൽകുന്ന ഡയാലിസിസ് മെഷീന്റെ സമർപ്പണവും മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. റിട്ടയർഡ് പാർലമെന്റ് ജോയിന്റ് സെക്രട്ടറി ഷെവലിയർ സിറിൽ ജോൺ, ഫാദർ വർഗീസ് തരകൻ എന്നിവർ പ്രസംഗിച്ചു. 14ാമൻ മാർപ്പാപ്പ, അതിരൂപത വൈദികരായ ഫാദർ തോമസ് കാക്കശ്ശേരി, ഫാദർ ജോസ് വെല്ലൂരാൻ എന്നിവർക്ക് നൽകിയ പ്രത്യേക ബഹുമതികളും ഡേവിസ് എടക്കളത്തൂർ, ഡോക്ടർ മേരി റജീന, പ്രൊഫസർ KM ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം എന്നിവർക്ക് നൽകിയ ഷെവലിയർ പദവിയും സമ്മേളനത്തിൽ നൽകും. അതിരൂപത അവാർഡിന് അർഹരായ ബ്രദർ ജോസ് ചുങ്കത്ത്, എബ്രഹാം വടയാറ്റുകുഴി എന്നിവരെ ആദരിച്ചു. 2027 140 അതിരൂപത ദിനാഘോഷത്തിന്റെ പതാക ചടങ്ങിൽ എരുമപ്പെട്ടി ഫൊറോനയ്ക്ക് കൈമാറും. വിവിധ ഇടവകകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറും. പത്രസമ്മേളനത്തിൽ ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ, ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ജോഷി വടക്കൻ, ഫാദർ സിജോ പുത്തൂർ, ഫാദർ ആൻസൺ വെള്ളറ, ജോണി തൈക്കാട്ടിൽ, ജിജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കിൽഡ് തൊഴിലാളികൾക്കും പ്രതീക്ഷ നൽകുന്ന സർക്കാരാണെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് പുതിയ UDF സർക്കാർ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ 3000 രൂപ വേതനം വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തെ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC സ്വാഗതം ചെയ്തു. മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് INTUC തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സ്വരാജ് റൗണ്ട് വഴി ആരോഗ്യ കേരളം ഓഫീസ് വരെ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ആശമാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഗണിക്കുന്നതിന്
വേഗത്തിൽ നടപടി കൈക്കൊള്ളുമെന്ന സർക്കാരിന്റെ ഉറപ്പിനെയും സ്വാഗതം ചെയ്തു. അംഗൻവാടി ജീവനക്കാർ, പാചക തൊഴിലാളികൾ, ആയമാർ തുടങ്ങിയ വിഭാഗത്തിലെ തൊഴിലാളികൾക്കും ആനുകൂല്യം വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തെയും രാജ്യത്താദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ രൂപീകരിക്കുവാനുള്ള തീരുമാനത്തെയും അദ്ദേഹം സ്വാഗതം ചെയ്തു. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ ശകുന്തള സജീവ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ ട്രഷറർ വിജിനി ഗോപി, എസ് റസീന, മേരി ടി ഡി, ഓമന വിൽസൺ, ജയശ്രീ കൊച്ചുഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. കറുത്ത ബാഡ്ജ് ധരിച്ച് കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ജാഥ നടത്തി. അടുപ്പുകൂട്ടി സമരം ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ നടത്തി. പിച്ചച്ചട്ടി സമരം നടത്തി. തുടങ്ങി നിരവധി പ്രക്ഷോഭ പരിപാടികൾ INTUCയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ ആശമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകി പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിരയിലെ മുതിർന്ന നേതാക്കൾ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ എല്ലാം ഉറപ്പ് നൽകിയ ആ വാഗ്ദാനം ഈ ഗവൺമെന്റിന്റെ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു എന്നുള്ളത് ആശമാരെ സർക്കാർ കൈവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല അവരെ പരിഗണിക്കുന്നുണ്ട് എന്നുമുള്ള വലിയൊരു സന്ദേശമാണ്. ആശമാരെ മാത്രമല്ല, അംഗൻവാടി ടീച്ചർമാർക്ക്, ആയമാർക്ക്, പാചക തൊഴിലാളികൾക്ക് എന്ന് വേണ്ട ഈ ഒരു വയോജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു വകുപ്പ് രൂപീകരിച്ച ഇന്നലെ ഉത്തരവിറങ്ങി നമ്മൾ കണ്ടു. ഇതെല്ലാം കാണിക്കുന്നത് നമ്മുടെ UDF സർക്കാരിന്റെ VD സതീശൻ ഗവൺമെന്റിന്റെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള സമീപനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ മുൻ സർക്കാർ ബജറ്റിൽ വർദ്ധിപ്പിച്ച പെൻഷൻ ഉടനെ ലഭ്യമാക്കണമെന്നും പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പെൻഷൻ 15,000 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണമെന്നും പെൻഷൻ പദ്ധതിയിലുള്ള എല്ലാവർക്കും മുഴുവനും പെൻഷൻ നൽകണമെന്നും ആവശ്യപ്പെട്ടു. UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് തൃശൂരിൽ സംഘടനാ സംസ്ഥാന സമ്മേളനത്തിലും തിരുവനന്തപുരത്ത് അഖിലേന്ത്യാ സമ്മേളനത്തിലും അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നൽകിയ വാഗ്ദാനം ഇപ്പോൾ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യോഗം വിലയിരുത്തി. ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K കൃഷ്ണകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ ഫ്രാങ്കോ ലൂയിസ്, CK ഹസൻ കോയ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ AT വർഗീസ്, ജോൺസൺ V ചിറയത്ത്, ട്രഷറർ PJ കുര്യാച്ചൻ, സംസ്ഥാന കമ്മിറ്റി അംഗം V സുരേന്ദ്രൻ, N ശ്രീകുമാർ, JR പ്രസാദ്, CC കുര്യൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ടൗൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഹോട്ടൽ മംഗള ടവറിൽ സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PT ജോർജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ലാജു ലാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൺവീനർ AR രഘു, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈൻ ജോർജ്, കൗൺസിലർ പൂർണിമ സുരേഷ്, CS ബാബു എന്നിവർ ആശംസകൾ നേർന്നു. PF ആൻജോ സ്വാഗതവും KR സുരേഷ് നന്ദിയും പറഞ്ഞു. സാർ കുറച്ചിറങ്ങിക്കോ. പൊതുയോഗത്തിലാണ് നാം സംബന്ധിക്കുന്നത്. ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളുടെ പ്രസിഡന്റ്, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള VT ജോർജ് ഏട്ടൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. 46 വർഷം പ്രായമുള്ള ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഏകോപന സമിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ രാഷ്ട്രീയേതര മതേതര സംഘടനകളിൽ ഏറ്റവും പ്രബലമായതും ഏറ്റവും ബൃഹത്തായതുമായ സംഘടനാ സംവിധാനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വയനാട് വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷും കുടുംബവും മുൻമന്ത്രി K രാജനെ സന്ദർശിച്ചു. സ്കൂളിന്റെ ചിത്രമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായാണ് ഉണ്ണിമാഷ് തൃശൂരിൽ K രാജനെ സന്ദർശിക്കാനെത്തിയത്. K രാജൻ തന്നെയാണ് സന്ദർശന വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. വൈകാരികമായ നിമിഷമായിരുന്നുവെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഫേസ്ബുക്കിൽ വളരെ ഹൃദയസ്പർശിയായാണ് K രാജൻ ആ സന്ദർശനത്തെ വിവരിച്ചിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഇന്നലെ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ വരുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു.
വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെയെല്ലാം പ്രിയങ്കരനായ ഉണ്ണിമാഷായിരുന്നു അത്. തൃശ്ശൂരിലൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. വന്ദേഭാരതിൽ തൃശ്ശൂരിലേക്കുള്ള യാത്രയിലാണെന്ന് പറഞ്ഞു. 8 മണി കഴിയുന്നതോടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്നും പറഞ്ഞു. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കാമെന്നായി ഉണ്ണിമാഷ്. അമ്പലപ്പുഴയിലെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു ഉണ്ണിമാഷും കുടുംബവും. ഞാൻ വന്നിറങ്ങിയപ്പോൾ ഉണ്ണിമാഷും കുടുംബവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ സന്തോഷത്തോടെ വന്ന് വെള്ളാർമല സ്കൂളിന് വേണ്ടി ഒരു ഉപഹാരം തരാനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മാഷ് സ്കൂളിൻ്റെ ചിത്രമുള്ള ഒരു ഫോട്ടോ ഫ്രെയിം സന്തോഷപൂർവ്വം എനിക്ക് കൈമാറിയെന്നു മാത്രമല്ല, അതിനുശേഷം കെട്ടിപ്പിടിച്ച് ഉണ്ണിമാഷ് കരഞ്ഞു. പിന്തുണയ്ക്കും സ്നേഹത്തിനുമൊക്കെ നന്ദി രേഖപ്പെടുത്തി. വളരെ വികാരനിർഭരമായി മാറിയ നിമിഷമായിരുന്നു അത്. വെള്ളാർമല സ്കൂളിൻ്റെയും കുട്ടികളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്ത സഹായങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞാണ് മാഷ് കരഞ്ഞത്. വെള്ളാർമല സ്കൂളിൽ 100% വിജയം നേടിയപ്പോൾ അവരെ വിളിച്ച് സന്തോഷം അറിയിച്ചിരുന്നു. വെള്ളാർമലയിലെയും ചൂരൽമലയിലെയും ഓരോ ചെറിയ മാറ്റങ്ങളും മുന്നേറ്റവും അറിയിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണെന്നും കെ രാജൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓർമ്മകളിലെ സാംസ്കാരിക സമിതി പൂർവ്വകാല സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബസംഗമം പണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മ കൺവീനർ സത്യൻ കതിരപ്പള്ളി കുടുംബസംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഇത്തരം കുടുംബസംഗമങ്ങളിലൂടെ ഓർമ്മകൾ പങ്കുവെച്ച് ഒത്തുചേരുമ്പോൾ കിട്ടുന്ന സന്തോഷം ഓരോരുത്തർക്കും പുതിയ ഊർജ്ജം നൽകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ പ്രശോഭ്, ഫ്രാൻസീന, കൂട്ടായ്മ ഭാരവാഹികൾ ആയ പ്രമോദ് താഴ്ത്തുവളപ്പിൽ, അൻവർ സാദത്ത്, KB സന്തോഷ്, രഞ്ജൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ആദരവും സംഘടിപ്പിച്ചു. ഇങ്ങനൊരു കുടുംബസംഗമം കൂടണമെങ്കിൽ തന്നെ നല്ല ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്, ക്ഷമയുണ്ട്. ഇതെല്ലാം ഈ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് ഇത്രയൊരു നല്ലൊരു വേദി, ഇത്രയും ആളുകൾ ഒത്തൊരുമിച്ച് കൂടിയിരുന്നാൽ അവരെ കാണുവാനും ഇവിടെ വന്ന് നിൽക്കുവാനും അതിനെപ്പറ്റി അവസരത്തെ ഞാൻ വളരെ അതിയായി സന്തോഷിക്കുന്നു. ഒരു കുടുംബം എന്ന് പറയുന്നത് തന്നെ കൂടുമ്പോൾ ഇമ്പം തന്നെയാണ്. നമ്മൾ പല ദുഃഖങ്ങളും പ്രയാസങ്ങളെല്ലാം മറിമറന്ന് വളരെ സന്തോഷകരമായിട്ട് പങ്കുവെച്ച് അങ്ങനെ ഒരു നല്ലൊരു ഒത്തുചേരൽ തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ കുഞ്ഞുമക്കൾ തന്നെ അവർ പിന്നീട് തന്നെ ഓർക്കും, ഞങ്ങളുടെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ച് ചെയ്തുവല്ലോ. അപ്പം ഇനി ഞങ്ങൾക്ക് അവർക്ക് തന്നെ ഒരു നല്ലൊരു പ്രോത്സാഹനം ആകാൻ തന്നെ ഇങ്ങനൊരു ഒത്തുചേരൽ വളരെ നല്ല രീതിയിൽ ആകും. ഈ ഒത്തുചേരൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെക്കണമെന്ന് ആശംസിക്കുന്നു. തൃശൂർ ലിറ്റററി ഫോറം നൽകുന്ന വിവിധ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. യൂസഫ് അലി കേച്ചേരി സ്മാരക പുരസ്കാരം പ്രഭാവർമ്മയ്ക്കും, CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം CS ചന്ദ്രികയ്ക്കും, GK പള്ളത്ത് സാഹിത്യ പുരസ്കാരം റഫീഖ് അഹമ്മദിനും നൽകും. യൂസഫ് അലി GK പള്ളത്ത് സ്മാരക പുരസ്കാരങ്ങൾക്ക് 10,001 രൂപ വീതവും, CP പോൾ ചുങ്കത്ത് സ്മാരക പുരസ്കാരത്തിന് 25,001 രൂപയുമാണ് പുരസ്കാര തുക. ഇതുകൂടാതെ TV കൊച്ചുബാവ സ്മാരക പ്രവാസി പുരസ്കാരം പ്രവാസി എഴുത്തുകാരൻ സിജു ജേക്കബിന് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ബാബു വെളപ്പായ, ശ്രീദേവി അമ്പലപുരം എന്നിവർക്കാണ്. സാഹിത്യാദരം AP നാരായണൻകുട്ടി, സുകുമാരൻ V പൂങ്കുന്നം എന്നിവർ ഏറ്റുവാങ്ങും. ലിറ്റററി ഫോറത്തിന്റെ വാർഷികാഘോഷമായ അക്ഷരീയത്തിൽ 23 വൈകിട്ട് 4 പുരസ്കാരങ്ങൾ നൽകും. സാഹിത്യ അക്കാദമി MT ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ രാവിലെ 10 മുതൽ ബാലസാഹിത്യകാരൻ CR ദാസിന്റെ രചനകളെക്കുറിച്ചുള്ള സെമിനാർ നടക്കും. ഉച്ചയ്ക്ക് 2 എഴുത്തുകാരി KP സുധീരയുടെ സെമിനാറും ഉണ്ടാകും. ചേറൂർ സാഹിതിയുമായി സഹകരിച്ചാണ് പരിപാടി നടക്കുന്നത്. പത്രസമ്മേളനത്തിൽ തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, ചേറൂർ സാഹിതി ചെയർപേഴ്സൺ ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, MD രാജേന്ദ്രൻ, മോഹൻദാസ് പാറപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. നിറവിൽ നിന്നുകൊണ്ടാണ് 6ാം അധ്യായം ഇത്തവണ അക്ഷരീയം ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അപ്പൊ ഈ വർഷത്തെ അക്ഷരീയം പരിപാടികൾ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 23-ാം തീയതി ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാഹിത്യ അക്കാദമി MD ഹാളിലാണ് പ്രധാന പരിപാടി നടക്കുന്നത്. 2 സെമിനാറുകളും സാംസ്കാരിക സമ്മേളനവും നാടകവും ഉൾപ്പെടുന്ന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് ഇത്തവണ അക്ഷരീയം സംഘടിപ്പിച്ചത്. നിങ്ങൾക്ക് കൂടി അറിവുള്ള
പരിണതപ്രജ്ഞനായിട്ടുള്ള നമ്മുടെ മുതിർന്ന എഴുത്തുകാരനായ CR ദാസ് മാഷിനെ കുറിച്ച് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രചനാലോകത്തെ കുറിച്ചുള്ള ഒരു സെമിനാറും തൃശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ലിറ്റററി ഫോറം സാഹിത്യം നൽകുന്ന സമാദരവുമാണ് ആദ്യ പരിപാടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 100-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരുപക്ഷെ ആദ്യത്തെ മലയാളത്തിലെ വനിതാ എഴുത്തുകാരി എന്ന് തന്നെ പറയാവുന്ന ശ്രീമതി KP സുധീരന്റെ രചനാലോകങ്ങളെ കുറിച്ചുള്ള 2ാമത്തെ സെമിനാറും അതിനുശേഷം നമ്മുടെ പൗരാവലി കൊടുക്കുന്ന ഒരു സമാദരവുമാണ് ഏർപ്പെടുത്തിയത്. അക്ഷരീയത്തിന്റെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് 4 മണി തൊട്ടാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംവിധായകനും എഴുത്തുകാരനും വ്യവസായിയുമായിട്ടുള്ള സോഹൻ റോയിയാണ്. ആ വേദിയിൽ ഏകദേശം ഡോക്ടർ SP വസന്ത മാഷും K രഘുനാഥനും അശോകൻ ചെരുവിലൊക്കെ ഉൾപ്പെടെ പ്രഭാവർമ്മയൊക്കെ ഉൾപ്പെടെയുള്ള ധാരാളം എഴുത്തുകാരുടെ സാന്നിധ്യം ഉണ്ടാവും. അന്നത്തെ ദിവസം നടക്കുന്ന പരിപാടിയിൽ ഉടനീളം തന്നെ 50-ൽ പരം എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള അതിഥികളാണ് സംവദിക്കുന്നത് നമ്മളോട് എന്നുള്ളതാണ് വസ്തുത. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നത്. ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രധാനമായിട്ടുള്ള പുരസ്കാരം തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ തിരുഹൃദയനാഥന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സൗഖ്യദായകമായ സംയുക്ത ഊട്ടുതിരുനാൾ ജൂൺ 9-ന് തീർത്ഥാടന ദേവാലയത്തിൽ ആഘോഷിക്കും. അപേക്ഷകൾ കൃതജ്ഞതകളാക്കി മാറ്റുന്ന, നിരാശകൾ പ്രത്യാശയാക്കി തീർക്കുന്ന തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും മധ്യസ്ഥം തേടി വിശ്വാസികൾക്ക് കരങ്ങൾ കൂപ്പാനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അവസരമൊരുക്കുന്നതാണ് തിരുനാൾ. വികാരി ഫാദർ ഷൈജൻ കളത്തിൽ, സഹവികാരി ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാടത്ത്, ജോയിന്റ് കൺവീനർമാരായ ജോൺ ലീ മാത്യു, അനിൽ മണിത്തോട്ടം, ഡാഫി ആന്റണി എന്നിവരടങ്ങുന്ന കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്,
ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. തൃശൂർ ജവഹർ ബാലഭവന് KSFEയുടെ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗിച്ച് കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങൾ നൽകി. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സനിൽ SK ഉദ്ഘാടനം നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. അനിൽകുമാർ MG, എം അജി എന്നിവർ സംസാരിച്ചു. ജോയ് വർഗീസ് സ്വാഗതവും നിപി ഉണ്ണി നന്ദിയും പറഞ്ഞു. പുറനാട്ടുകരയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസിൽ യോഗ ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചതായി അധികൃതർ അറിയിച്ചു. യോഗ മുഖ്യ വിഷയമാക്കി കേരളത്തിൽ ആദ്യമായി BSc യോഗ, ഡിപ്ലോമ, PG ഡിപ്ലോമ, MSc എന്നീ കോഴ്സുകൾ പ്ലേസ്മെന്റ് സൗകര്യത്തോടെ ഈ അധ്യയന വർഷം ആരംഭിക്കും. സംസ്കൃത ഗ്രന്ഥങ്ങളിലൂടെ യോഗ തത്വത്തെ അറിയാനും അതിനുള്ള ശാരീരിക അഭ്യാസം സ്വായത്തമാക്കാനും പരിശീലിപ്പിക്കുവാനുമാണ് യോഗയിൽ ബിരുദാനന്തര കോഴ്സുകൾ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് സർവകലാശാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരമ്പരാഗത സംസ്കൃത പഠനത്തോടൊപ്പം ആധുനിക വിഷയങ്ങളും കോർത്തിണക്കിയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഇത്തവണ സർവകലാശാലയിൽ ആരംഭിക്കും. സംസ്കൃത പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ക്യാമ്പസ് ഡയറക്ടർ പ്രൊഫസർ KK ഷൈൻ, പ്രൊഫസർ K വിശ്വനാഥ്, യോഗ ഫാക്കൽറ്റി PV ധനേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഖിൽ PS, പ്രിൻസി, മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ VR രമേശ്, ലിബി വർഗീസ്, ജോസി ബേബി, ICDS സൂപ്പർവൈസർമാരായ പ്രീനു പ്രസാദ്, സുസ്മി എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാരായ ശോഭന PS, ശൈലജ PA, അംബിക PV എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് അംഗൻവാടി പ്രവർത്തകരുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥർക്കും അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ദിവസമാണ് അവരുടെ റിട്ടയർമെന്റ് ദിവസം. അത് ഏറ്റവും സന്തോഷകരവും അതുപോലെ തന്നെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു ദിവസം തന്നെയാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുമക്കളെ 3 വയസ്സിൽ മുതൽ ആദ്യകാലത്ത് 2.5 വയസ്സിലാണ് അംഗൻവാടിയിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ ഇപ്പൊ നമുക്ക് 3 വയസ്സായിട്ടുണ്ട്. എന്നിരുന്നാലും 3 വയസ്സ് തൊട്ട് നമ്മൾ അവരെ അംഗൻവാടിയിൽ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ 1-2 കുട്ടികളെ നോക്കാൻ പറ്റാത്ത നമ്മൾക്ക് 6 കുട്ടികളും 7 കുട്ടികളും 12 കുട്ടികളും ഒക്കെ അടങ്ങുന്ന അംഗൻവാടിയിലെ അവരെ അക്ഷരങ്ങളും അവരുടെ വ്യക്തിത്വ വികസനത്തിനും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിലെ ഒരു അമ്മ എങ്ങനെയാണോ കുട്ടികളോട് പെരുമാറുന്നത് അതിനേക്കാൾ ഉപരിയായി നമ്മുടെ മക്കളോട് പെരുമാറി അവരെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ഓരോ അംഗൻവാടി ടീച്ചർമാരും. നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗങ്ങളാണെന്നറിയാം. ഇത്രയും വർഷങ്ങളായി പുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 3 അംഗൻവാടികളിൽ പ്രവർത്തിച്ച് ഇന്ന് വിരമിക്കുകയാണ് അവർ 3 പേരും. ഓരോരുത്തരെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ എന്റെ വാർഡിലെ 15 വർഷത്തോളം എന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചാണ് നമ്മുടെ ശോഭൻ ടീച്ചർ.
കുട്ടനെല്ലൂരിൽ രണ്ടിടത്ത് ക്ഷേത്രങ്ങളിൽ മോഷണം, പാത്രങ്ങളും വിളക്കുകളും നഷ്ടപ്പെട്ടു. കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും ഇളന്തുരുത്തി പല്ലുതേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലുമാണ് മോഷണം നടന്നത്. കുട്ടനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പുരയോട് ചേർന്ന് ഓഫീസ് പരിസരത്ത് സൂക്ഷിച്ചിരുന്ന ഉരുളികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ CCTV ക്യാമറകൾ മറച്ചുവെച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത്. ഇളന്തുരുത്തി പല്ലുതേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ചാണ് അകത്ത് കടന്നത്. ക്ഷേത്രത്തിലെ വിളക്കുകളും 1000-ഓളം രൂപയും നഷ്ടപ്പെട്ടതായാണ് വിവരം. കൂടാതെ മരത്താക്കര ശ്രീ ശാസ്താ ക്ഷേത്രത്തിലും മോഷണ ശ്രമം നടന്നതായി പറയുന്നു. എന്നാൽ കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാഴ്ച മുൻപ് ഇളന്തുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിലെ മോട്ടോർ നഷ്ടപ്പെട്ടതായും പരാതിയുണ്ട്. ഒല്ലൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി അന്വേഷണം ആരംഭിച്ചു. വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമാകുന്നു. ടൗണിന്റെ ഹൃദയഭാഗത്ത് സബ് ട്രഷറി, RTO തുടങ്ങിയ നിരവധി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷന്റെ പരിസരമാകെ വള്ളിപ്പടർപ്പുകളും കാടും പടലവും ആവരണം ചെയ്ത് ഭാർഗവി നിലയം പോലെയുള്ള നേർക്കാഴ്ച ദയനീയമാണെന്ന് സമീപത്തുള്ളവർ പറയുന്നു. കൂടാതെ ദുർഗന്ധം നിറഞ്ഞ കിറ്റുകളും ഇവിടെ നിക്ഷേപിക്കുന്നു. കെട്ടിടത്തിന്റെ പുറംഭാഗങ്ങളിലെ ഭിത്തികളിൽ വള്ളിപ്പടർപ്പുകൾ പടർന്നു പന്തലിക്കുമ്പോൾ കെട്ടിടത്തിന്റെ ബലക്ഷയത്തിനും ഇടയാക്കുമെന്ന് പറയുന്നു. മുകൾ നിലയിലെ കെട്ടിടത്തിന്റെ ജനലുകൾക്കുള്ളിലൂടെയും കാട്ടുവള്ളികൾ അകത്തേക്ക് പ്രവേശിക്കുന്നതായും പറയുന്നു. മിനി സിവിൽ സ്റ്റേഷന്റെ കവാടത്തിന്റെ ഇരുവശവും അനധികൃത പാർക്കിംഗ് നടത്തുന്നതിനാൽ വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്കായി എത്തുന്ന ഉപഭോക്താക്കളുടെ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്കിംഗ് ചെയ്യേണ്ട സാഹചര്യമാണ്. കൂടാതെ ഇവിടേക്ക് എത്തുന്നവർക്കുള്ള ടോയ്ലറ്റ് സംവിധാനവും നരകയാതനയാണ്. ചുറ്റുപാടും കാടും പടലങ്ങളും നിറഞ്ഞ് ഭയാനകമായ അന്തരീക്ഷമായതിനാൽ അതും ദുരിതം തന്നെ. ഒട്ടുമിക്ക സർക്കാർ കെട്ടിടങ്ങളും ശരിയായ നിരീക്ഷണമോ പരിപാലനമോ ഇല്ലാതെ സമാനമായ സ്ഥിതിവിശേഷമാണ്. ഇതിനു പുറമെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി കൊണ്ടുവരുന്ന വാഹനങ്ങൾ തുരുമ്പെടുത്തതും ഈ പരിസരത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. വൃത്തിഹീനമായ ഈ പരിസരം സാമൂഹ്യ വിരുദ്ധർക്കും സുവർണകാലമാണെന്ന് പറയുന്നു. പാമ്പുകടി ഏൽക്കുന്നതും ജീവൻ പൊലിയുന്നതുമായ ദുരന്ത വാർത്തകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ വിരോധാഭാസം നടമാടുന്നത്. ഒരിടവേള കൂടി. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തകളിലേക്ക്. നടത്തറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS നിറവ് അഗ്രി പ്രൊഡ്യൂസർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ പ്രൊഡ്യൂസർ ഗ്രൂപ്പായ നിറവിന്റെ ഉദ്ഘാടനം ഒല്ലൂർ നിയുക്ത MLA K. രാജൻ നിർവഹിച്ചു. കൂടാതെ അരി പൊടിപ്പിക്കുന്ന മെഷീന്റെയും പച്ചക്കറി ഉണക്കുന്ന മെഷീന്റെയും ഉദ്ഘാടനവും K. രാജനും ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷും ചേർന്ന് നിർവഹിച്ചു. ഈ ഗ്രൂപ്പിൽ കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ
കാലാനുസൃതമായ ചില മാറ്റങ്ങൾ വരുത്തി മാർക്കറ്റിൽ ഇറക്കിയാൽ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ഉപകാരപ്രദമാകുമെന്ന് കെ രാജൻ പറഞ്ഞു. വലക്കാവ് മണ്ണൂരിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വലക്കാവ് ഡിവിഷൻ മെമ്പറും പ്രതിപക്ഷ നേതാവുമായ KC അഭിലാഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം TK വിജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ സജിത ജനാർദ്ദനൻ, PK അഭിലാഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു അജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ DPM ദീപ KN എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പച്ചക്കറിയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് പുറമെ കൂൺ കൃഷിയും ചെയ്തു വരുന്നുണ്ട്. അങ്ങോട്ട് വരില്ല. അത്ര നേരത്തേക്ക് ഞങ്ങൾ എന്തായാലും സംസാരിച്ച് വെക്കുന്നില്ല. പക്ഷെ ഇതൊരു വളരെ ശ്രദ്ധേയമായ സംരംഭമാണ്. കുടുംബശ്രീ 2.5 ലക്ഷത്തോളം രൂപ സബ്സിഡിയായി നൽകി നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെയും കുടുംബശ്രീയുടെ കൃഷി പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നിരവധി തലങ്ങളിൽ ഇങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള യൂണിറ്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ നേതൃത്വത്തിൽ മുരിങ്ങയിലയിൽ നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള 4 ഉൽപ്പന്നങ്ങൾ, വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരിശ്രമം ഒല്ലൂരിൽ നടത്തി. ആ 4 പ്രോഡക്റ്റുകൾ, കുത്തുപൊടിയും മുരിങ്ങയുടെ സൂപ്പും എല്ലാം അടക്കമുള്ള 4 ഇനങ്ങൾ OKS എന്ന പേരിൽ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് കടല് കടന്ന് വിദേശ രാജ്യങ്ങളുടെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുടെ അകത്തളങ്ങളിൽ പോലും എത്താവുന്ന വിധത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും നല്ല സംരംഭകത്തിന് അവാർഡ് ലഭ്യമായത് മരവിച്ചാൽ അഭിയേച്ചിയുടെ ഗ്രൂപ്പാണ്. അവര് പുട്ടുപൊടിയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. നേരത്തെ ദീപ ഉൾപ്പെടെ കുടുംബശ്രീയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശ്രീവിദ്യ പ്രസിഡന്റായിരുന്നപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ 7ാം വാർഡിൽ ആരംഭിച്ച ജ്വാല ഇപ്പോൾ വലിയ മോശമില്ലാതെ പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഇങ്ങനെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രൊഡ്യൂസർ ഗ്രൂപ്പുകളെ ഉണ്ടാക്കിക്കൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഏറ്റവും പെട്ടെന്ന് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുമ്പോൾ 2 ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഒരേ സമയം കുടുംബശ്രീയുടെ ഇന്നിപ്പോൾ യൂണിഫോം ടീമായി വന്ന് നിൽക്കുന്ന ഇതുപോലെ ഒരു നല്ല സംഘത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കാനും അവരുടെ വരുമാനം ഉണ്ടാക്കാനും പറ്റും. മറ്റൊന്ന് അടിസ്ഥാനപരമായിട്ടുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോകും. പ്രൊഡക്റ്റുകളൊന്നും നോക്കിയിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ ചോദിച്ചപ്പോൾ റെഡി ടു ഈറ്റ് എന്ന വിധത്തിൽ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കഴുകി വൃത്തിയാക്കി, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ സാധനങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികത്വം മാത്രമല്ല, ഒരു അമ്മ സ്നേഹത്തിന്റെ കൈവണക്കത്തോടു കൂടി ആ ഉൽപ്പന്നങ്ങളെ വൃത്തിയാക്കി സൂക്ഷിച്ച് ഇത് ഞങ്ങളുടെ വീട്ടിലെ കൂടി കുട്ടികൾ കഴിക്കേണ്ട ഉൽപ്പന്നമാണ് എന്ന വികാരത്തോടെ തയ്യാറാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് ഇതിന് മൂല്യബോധമല്ലാതെ വർദ്ധിപ്പിക്കും. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിന് കീഴിലെ സെന്റ് റീത്ത കുടുംബ കൂട്ടായ്മയുടെ വാർഷികം ആഘോഷിച്ചു. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് ചാലക്കൽ അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സ്റ്റെലസി, സിസ്റ്റർ കാതറിൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോജു എലുവത്തിങ്കൽ, പ്രിൻസ് കുറ്റിക്കാടൻ, റിയോ ജേസൺ, മീറ്റാൽ ഇൻറ്റോ, ജിജോ, ബീന, ജോബി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. 139ാം അതിരൂപതാ ദിനമായ ഇന്ന് ഒരു കുടുംബത്തിന്റെ സ്വപ്നത്തിന് പുതിയ വാതിൽ തുറന്നു. ബോണ്ണത്താലെ 2025 ഭാഗമായി പണിതീർത്ത ഭവനത്തിന്റെ താക്കോൽ ദാനകർമ്മം അഭിവന്ദ്യ മാറാണ്ടൂസ് താഴത്ത് പിതാവ് നിർവഹിച്ചു. മുക്കാട്ടുകര ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തോട്, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ കൺവീനർ ജോർജ് ചെർമൽ, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, വൈദികർ, മുക്കാട്ടുകര ഇടവക കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക സമൂഹം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തൃശൂർ അതിരൂപത ദിനാഘോഷം വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫൊറോന പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കൃതജ്ഞതാ ബലിയർപ്പിച്ചു. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സ്കിൽഡ് തൊഴിലാളികൾക്കും പ്രതീക്ഷ നൽകുന്ന സർക്കാരാണെന്ന് INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ടൗൺ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ഹോട്ടൽ മംഗള ടവറിൽ സംഘടിപ്പിച്ചു. വയനാട് വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷും കുടുംബവും മുൻ മന്ത്രി K രാജനെ സന്ദർശിച്ചു. സ്കൂളിന്റെ ചിത്രമുള്ള ഒരു ഫോട്ടോ ഫ്രെയിമുമായാണ് ഉണ്ണിമാഷ് തൃശൂരിൽ K രാജനെ സന്ദർശിക്കാനെത്തിയത്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.